കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും ഇന്ധനവില വർധനവിനെതിരെയും ഇരിട്ടി പോസ്റ്റ് ഓഫീസിലേക്ക് CPM ഇരിട്ടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ദൈനംദിന ജീവിതം പോലും താറുമാറാക്കുന്ന നിലയിൽ അനിയന്ത്രിതമായ വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ രീതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെയാണ് ഇപ്പോൾ തുടർച്ചയായി പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതുപോലെ തന്നെ പാചകവാതകത്തിന്റെ വിലയും വലിയ തോതിൽ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നിപ്പോ 1 ലിറ്റർ പെട്രോളിന് എത്ര വിലയുണ്ട് എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. 1 ലിറ്റർ ഡീസലിന് എത്ര വിലയുണ്ട് എന്ന് പറയാൻ കഴിയില്ല. കാരണം ഞാൻ ഇത്രയാണ് വില എന്ന് പറഞ്ഞ് കഴിയുമ്പോഴേക്കും പെട്രോൾ പമ്പിൽ പോകുമ്പോൾ ആ വില വർദ്ധിച്ചിട്ടുണ്ടാകും. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം 3-4 തവണയാണ് 2 രൂപയും 3 രൂപയും 5 രൂപയും എന്ന നിലയിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നത് നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യമാണ്. ഗവൺമെന്റ് പറയുന്നത് യുദ്ധമാണ് പ്രതിസന്ധി ഉണ്ടാക്കിയത് എന്നാണ്. എന്നാൽ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഈ വിലവർദ്ധനവുണ്ടായിട്ടില്ലേ? പഴയ കാലത്തേക്ക് നമുക്കൊന്ന് തിരിഞ്ഞുപോയാൽ കാണാൻ വേണ്ടി കഴിയും. മോഡി അധികാരത്തിൽ വരുന്നത് 2014 മോഡി അധികാരത്തിൽ വരുമ്പോ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില ഒരു ബാരലിന് $106 ആയിരുന്നു. അന്ന് 1 ലിറ്റർ പെട്രോളിന് 71 രൂപയും ഡീസലിന് 55 രൂപയുമായിരുന്നു. ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഏതാണ്ട് $106-107 മാത്രമേ ഉള്ളൂ. അന്താരാഷ്ട്ര മാർക്കറ്റിലെ യുദ്ധ സാഹചര്യം സൃഷ്ടിച്ച പ്രതിസന്ധിയിലും അത്രേ വർദ്ധിച്ചിട്ടുള്ളൂ. നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ദൈനംദിന ജീവിതം പോലും താറുമാറാക്കുന്ന നിലയിൽ അനിയന്ത്രിതമായ വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെയാണ് ഇപ്പോൾ തുടർച്ചയായി പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതേപോലെ തന്നെ പാചകവാതകത്തിന്റെ വിലയും വലിയ തോതിൽ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നിപ്പോൾ 1 ലിറ്റർ പെട്രോളിന് എത്ര വിലയുണ്ട് എന്ന് പറയുവാൻ വേണ്ടി കഴിയില്ല. 1 ലിറ്റർ ഡീസലിന് എത്ര വിലയുണ്ടെന്ന് പറയാൻ കഴിയില്ല. കാരണം ഞാൻ ഇത്രയാണ് വില എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും പെട്രോൾ പമ്പിൽ പോകുമ്പോൾ ആ വില വർദ്ധിച്ചിട്ടുണ്ടാകും. ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് ശേഷം 3-4 തവണയാണ് 2 രൂപയും 3 രൂപയും 5 രൂപയും എന്ന നിലയിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇത് നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യവുമാണ്. ഗവൺമെന്റ് പറയുന്നത് യുദ്ധമാണ് പ്രതിസന്ധി ഉണ്ടാക്കിയത് എന്നതാണ്. എന്നാൽ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഈ വില വർധനം ഉണ്ടായിട്ടില്ലേ? പഴയ കാലത്തേക്ക് നമുക്കൊന്ന് പരിശോധിച്ച് തിരിഞ്ഞു നോക്കിയാൽ കാണാൻ കഴിയും. മോദി അധികാരത്തിൽ വരുന്നത് 2014 മോദി അധികാരത്തിൽ വരുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില ഒരു ബാരലിന് $106 ആയിരുന്നു. അന്ന് 1 ലിറ്റർ പെട്രോളിന് 71 രൂപയും ഡീസലിന് 55 രൂപയുമായിരുന്നു. ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഏതാണ്ട് വൻതോതിലുള്ള വില വർധനവാണ്. CPIM ഇരിട്ടി ഏരിയ സെക്രട്ടറി KV സക്കീർ ഹുസൈൻ, നേതാക്കളായ ബിനോയ് കുര്യൻ, PP അശോകൻ, KG ദിലീപ്, K ശ്രീധരൻ, PP ഉസ്മാൻ, N അശോകൻ, EP രമേശൻ, ES സത്യൻ, B വിനോദ് കുമാർ, N രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. V1 കേരള, ഇരിട്ടി. ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ വെഡ്ഡിംഗ് വസ്ത്രവിസ്മയങ്ങളുമായി വെഡ്ഡിംഗ് കാർണിവൽ. ഇമ്മാനുവൽ സിൽക്സിൽ നിന്നും വെഡ്ഡിംഗ് പർച്ചേസ് ചെയ്യൂ. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന നവദമ്പതികൾക്ക് പറക്കാം മലേഷ്യയിലേക്ക്. എല്ലാ വെഡ്ഡിംഗ് പർച്ചേസിനും സമ്മാന കൂപ്പൺ, കൂടാതെ മറ്റനേകം ആകർഷകമായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും. വധൂവരന്മാർക്കായി ഏറ്റവും പുതിയ ട്രെൻഡുകളിലുള്ള സാരികൾ, ലെഹങ്കകൾ, ഗൗണുകൾ, സൂട്ടുകൾ, ധോത്തികൾ, ഷെർവാണി തുടങ്ങിയ വെഡ്ഡിംഗ് വസ്ത്രങ്ങളുടെ വിസ്മയങ്ങൾ. ഇമ്മാനുവൽ സിൽക്സ് നൽകുന്നു ഏറ്റവും കുറഞ്ഞ വില, ഏറ്റവും കൂടുതൽ കളക്ഷൻ. ഇനി സ്വപ്നങ്ങൾ നെയ്തെടുക്കാം ഇമ്മാനുവൽ സിൽക്സിലൂടെ. ഇമ്മാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ, ഇരിട്ടി. ഓൾസോ അറ്റ് കണ്ണൂർ, കാഞ്ഞങ്ങാട് ആൻഡ് പട്ടാമ്പി.